ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ അണികൾക്കിടയിലുള്ള എതിർപ്പ് തണുപ്പിക്കാൻ പി ജയരാജനെ രംഗത്തിറക്കി CPM. പി ജയരാജന് തളിപ്പറമ്പ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ചുമതല നൽകി. സൈബർ ഇടത്തിൽ പി ജയരാജൻ അനുകൂലികൾ കടുത്ത എതിർപ്പ് ഉയർത്തിയ പശ്ചാത്തലത്തിലാണ് തീരുമാനം. പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ നേതാക്കൾ മാത്രമല്ല പാർട്ടി കമ്മിറ്റികളിലും അണികൾക്കിടയിലും വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്ന പശ്ചാത്തലത്തിലാണ് പി ജയരാജനെ രംഗത്തിറക്കിയുള്ള നീക്കം. തളിപ്പറമ്പ് എന്നാൽ CPM-ന്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ സൈബർ എടുത്ത് പാർട്ടിക്കെതിരെ അണികൾ ഒപ്പം തന്നെ അനുഭാവികളും പരസ്യമായി വിമർശനം ഉന്നയിക്കുന്നുണ്ടായി. ഈ എതിർവികാരം തണുപ്പിക്കുക ലക്ഷ്യമിട്ടുകൊണ്ടാണ് പി ജയരാജനെ രംഗത്തിറക്കുന്നത്. പി ജയരാജന്റെ അനുകൂലികളാണ് പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ രംഗത്തെത്തിയത്. ശ്യാമളയ്ക്ക് ജനങ്ങൾക്കിടയിൽ അംഗീകാരമില്ല, അതുകൊണ്ട് ഈ പാർട്ടി തീരുമാനം തിരുത്തണം എന്നതൊക്കെയായിരുന്നു ആവശ്യം. പരസ്യ എതിർപ്പ് അവസാനിപ്പിക്കുക ലക്ഷ്യമിട്ടുകൊണ്ടാണ് പി ജയരാജന് ചുമതല നൽകുന്നത്. തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിലെ 10 ലോക്കൽ കമ്മിറ്റികളുടെ ചുമതലയാണ് PJക്ക് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റു 10 ലോക്കൽ കമ്മിറ്റികളുടെ ചുമതല MV ജയരാജനും ശേഷിക്കുന്ന 9 എണ്ണത്തിന്റെ ചുമതല KK രാഗേഷും നൽകി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വലിയ വിമർശനം പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അത് തോൽവിയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് എന്നതായിരുന്നു. അതിൽ കൂടുതൽ ശ്രദ്ധ വേണം എന്നതാണ് ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ മുതിർന്ന നേതാക്കൾക്ക് ഇപ്പോൾ ചുമതല നൽകിയിട്ടുള്ളത്. ഏതായാലും അണികളിലെ എതിർവികാരം തണുപ്പിക്കാൻ പി ജയരാജനെ കൊണ്ട് സാധിക്കുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു. പക്ഷേ തളിപ്പറമ്പിൽ ഒരു ശക്തമായ മത്സരം നടക്കുമെന്നതാണ് പൊതുവെ ഉയരുന്ന വികാരം. കണ്ണൂരിൽ നിന്നും വിനോദ് മൊറാരിക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.